വീണ്ടും പരസ്പരം അവകാശവാദങ്ങളുമായി പോരടിക്കുകയാണ് ഇറാനും അമേരിക്കയും. ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് ഇറാൻ വഴങ്ങി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ചർച്ച നടന്നില്ലായിരുന്നുവെങ്കിൽ ഇനിയും രക്തം വീഴുമായിരുന്നു എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ മറുപടി. ആണവ കേന്ദ്രങ്ങളിലെ അന്താരാഷ്ട്ര ഏജൻസികളുടെ പരിശോധന നിലവിൽ ഇറാൻ പാർലമെന്റ് നിയമം മൂലം വിലക്കിയിരിക്കുകയാണ്. അതേപോലെ ഇറാന്റെ മരവിപ്പിച്ച ഫണ്ട് വിട്ടു നൽകുന്നത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് നൽകുക എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ പണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിനിയോഗിക്കേണ്ടി വരുമെന്നാണ് അവരുടെ നിലപാട്. $1200 കോടി തുക. എന്നാൽ ഈ പണം എന്ത് ചെയ്യണമെന്ന് തങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമുസ് തങ്ങൾ നിയന്ത്രിക്കുമെന്ന് ഇറാൻ വീണ്ടും പറയുമ്പോൾ അത് സ്വതന്ത്രമാക്കണം എന്നാണ് അമേരിക്ക പറയുന്നത്. അതിനിടെ അമേരിക്കൻ സെനറ്റിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി നേരിട്ടു. ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സെനറ്റിൽ പ്രമേയം പാസായി. യുദ്ധാധികാര പ്രമേയമാണ് പാസാക്കിയത്. 48-നെതിരെ 50 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസാക്കിയത്. 4 റിപ്പബ്ലിക്കൻ സെനറ്റർമാരും പ്രമേയത്തെ പിന്തുണച്ചതോടെയാണ് ഇത് പാസാക്കാൻ കഴിഞ്ഞത്. ഒരു ഡെമോക്രാറ്റ് അംഗം ഒഴികെ പാർട്ടിയിലെ ബാക്കി എല്ലാവരും പ്രമേയത്തെ പിന്തുണച്ചു. 2 റിപ്പബ്ലിക്കൻ സെനറ്റർമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തതുമില്ല. ജൂൺ 3-ന് 208-നെതിരെ 215 വോട്ടുകൾക്ക് പ്രതിനിധി സഭയും ഈ പ്രമേയം അംഗീകരിച്ചിരുന്നു. ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇരു സഭകളും പാസാക്കുന്ന ആദ്യത്തെ യുദ്ധാധികാര പ്രമേയമാണത്. കൺകറന്റ് പ്രമേയമായിട്ടാണ് ഇത് പാസാക്കിയിരിക്കുന്നത്. അതിന് സവിശേഷമായ ഭരണഘടനാ പദവിയുമുണ്ട്. പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഈ പ്രമേയം എത്താതെ പാസാക്കാൻ കഴിയും. അതായത് ട്രംപിന് ഈ പ്രമേയം ഔദ്യോഗികമായി വീറ്റോ ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും വൈറ്റ് ഹൗസിൽ നിയമപരമായി എതിർക്കാൻ സാധിക്കും. യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അമേരിക്കയെ കൂടാതെ ഇറാനെതിരെ ഇസ്രായേൽ സ്വതന്ത്രമായി പോരാടണം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇസ്രായേൽ ഒറ്റയ്ക്ക് പോരാടണമെന്നും അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കിലെ സൈനിക ചുമതലയുള്ള ഗഷ് എറ്റിസനുമായി നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു നെതന്യാഹുവിന്റെ ഈ പരാമർശങ്ങൾ. അമേരിക്ക ഇതുവരെ നൽകിയ സൈനിക ബലത്തിലും ആയുധശേഷിയിലും ഇസ്രായേൽ വളരെ കടപ്പെട്ടിരിക്കും. അമേരിക്ക എന്നും നല്ല സുഹൃത്താണ്. എന്നിരുന്നാലും ഇനി മുതൽ ഇറാനെതിരെ ആക്രമണങ്ങളിൽ ഇസ്രായേൽ സ്വതന്ത്രമായി പോരാടണം. ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ നമ്മൾ തന്നെ നിർമ്മിക്കണം. ഇക്കാര്യത്തിൽ ഇനി അമേരിക്കയെ ആശ്രയിക്കേണ്ടതില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതിനിടെ ഇറാൻ ഗൾഫ് ബന്ധത്തിൽ അതീവ ഗൗരവമുള്ള നിലപാടാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ അയൽരാജ്യമാണെന്നും മേഖലയുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഇറാനുമായി ചർച്ച അനിവാര്യമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജാസിം അൽത്താനി പറഞ്ഞു. ഗൾഫിന് പുതിയ സുരക്ഷാ ചട്ടക്കൂടും ഒറ്റക്കെട്ടായ കാഴ്ചപ്പാടും വേണമെന്നും ഖത്തർ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.